വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ഏഴാണ്, അതായത് ലോകത്തെ ഒന്നാമത്തെ പോപ്പുലേഷനാണ് ഇന്ത്യ. 140-നും 145-നും കോടിക്കിടയിലാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ. ആ ഓൾ ഇന്ത്യ തലത്തിൽ നോക്കിയാൽ 7% പേരാണ് 60 കഴിഞ്ഞവർ. മറിച്ച് കേരളത്തിൽ 60 കഴിഞ്ഞവർ 18% ഉണ്ട്. അങ്ങനെ 18%ഉള്ള 60 കഴിഞ്ഞവർ എന്ന് പറഞ്ഞാൽ അവർ പലവിധ ക്ലേശങ്ങൾ കൊണ്ട്, വാർദ്ധക്യ സഹജമായ ക്ലേശങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. അതുപോലെ തന്നെ മാനസിക വിഭ്രാന്തിയുള്ളവർ ഒരുപാട് പേരുണ്ട്. കാരണം കേരളം ഒരു മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആവാസ കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ മാനസിക വിഭ്രാന്തിയും മറ്റു പലതരത്തിലുള്ള രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരുമായ, അതായത് അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് ജനിക്കുന്ന കുട്ടികൾ തന്നെ ഡിസേബിൾഡ് ആയിരിക്കും, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിരിക്കും പലപ്പോഴും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ധാരാളം കുട്ടികളെയും അതുപോലെ 60 കഴിഞ്ഞ സ്ത്രീ പുരുഷന്മാരെയും പരിചരിക്കേണ്ട ജോലി നമ്മുടെ ആശാ വർക്കർ സഹോദരിമാരാണ് ചെയ്യുന്നത്. അവരുടെ തൊഴിലിന് ഒരു ടൈം ഇല്ല, അതായത് 8 മണിക്കൂർ ജോലി ഇല്ല. അവർ 10 മണിക്കൂർ, 12 മണിക്കൂർ, 16 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ട സാഹചര്യത്തിൽ പെട്ടവരാണ് ആശാ വർക്കേഴ്സ്. എന്നിട്ട് അവർ കൊടുക്കുന്ന കൂലി 232 രൂപ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ 2000-ൽ ഒരു കൺവെൻഷൻ നടത്തി. ആ കൺവെൻഷനില് ഡീസന്റ് ജോബ് എന്ന ഒരു കോൺസെപ്റ്റിനാണ് കൺവെൻഷൻ നടത്തിയത്. ഡീസന്റ് ജോബ് എന്താണ്? ഡീസന്റ് ജോബ് അക്കോർഡിംഗ് ടു, അതായത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ കണക്കനുസരിച്ച് ഡീസന്റ് ജോബ് ആകണം, അതായത് മാന്യമായ തൊഴിൽ എന്ന് വെച്ചാൽ 4 കണ്ടീഷൻസ് ഉണ്ട് മാന്യമായ തൊഴിലിന്. ഒന്ന്, മാന്യമായ വേതനം. മാന്യമായ വേതനമാണോ 232 രൂപ കേരളത്തിൽ? അല്ല. 2, ഫിക്സിറ്റി ഓഫ് ലേബർ, അതായത് സ്ഥിരമായിരിക്കണം തൊഴിൽ. നിങ്ങളുടെ ജോലി ഇപ്പോഴാണ് സ്ഥിരമാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്, കൊള്ളാം. 3-മത്തേത് ഡയലോഗ്. ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ സമരം ചെയ്യുവാനും, അതായത് നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ, നിങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ലെങ്കിൽ, ഏതൊരു വിഭാഗം തൊഴിലാളികൾക്ക് നീതി ലഭിക്കുന്നില്ലയോ അവർക്ക് സംഘടിക്കുവാനും അവരുടെ മാനേജ്മെന്റിനോട് നീതി ആവശ്യപ്പെടുവാനുള്ള അവകാശം. അതാണ് ഡയലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4-മത്തത് എന്താണ്? സോഷ്യൽ സെക്യൂരിറ്റി. അതായത് നിങ്ങൾ 60 വയസ്സ് കഴിഞ്ഞ് ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെൻഷൻ ഉണ്ടായിരിക്കുക. നിങ്ങൾ പെൻഷൻ പിരിഞ്ഞു പോകുമ്പോൾ ഇപ്പോൾ ബംഗാളിൽ പറഞ്ഞിരിക്കുന്ന എന്ന് പറഞ്ഞതുപോലെ ഒരു എമൗണ്ട്, ഒരു 5 ലക്ഷമോ നിങ്ങൾ ചെയ്ത ജോലിയുടെ അനുസരിച്ച് വർഷങ്ങളുടെ ദൈർഘ്യമനുസരിച്ച് ആ തരുന്ന എമൗണ്ട് വ്യത്യസ്തമായിരിക്കണം. 2 വർഷം കഴിഞ്ഞ് പിരിയുന്നയാളും 35 വർഷം കഴിഞ്ഞ് പിരിയുന്നയാളും ഒരുപോലെയല്ല ജോലി ചെയ്തിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ച് അർഹമായ ഒരു എമൗണ്ട് തന്ന് നിങ്ങളെ പറഞ്ഞയക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സോഷ്യൽ സെക്യൂരിറ്റി അഥവാ പെൻഷൻ ഉണ്ടായിരിക്കുക, മാന്യമായ പെൻഷൻ. ഈ 4 കണ്ടീഷൻസ് ആര് വെക്കുന്നതാണ്? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ 2000-ലെ കൺവെൻഷനിൽ വച്ചതാണ്. എന്നിട്ട് ഇന്ത്യ ആ കൺവെൻഷനിൽ 2010-ൽ സൈൻ ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കളെ, 2010-ൽ ഇന്ത്യ ഗവൺമെന്റ് ആ ട്രീറ്റിയിൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ അറിവിനായിട്ട് വെക്കുക. ആർക്കൊക്കെ ഇവിടെ ഇരിക്കുന്ന മീഡിയ സഹോദരങ്ങൾക്കാണെങ്കിലും ആ നീതി കിട്ടുന്നില്ലെങ്കിൽ ശക്തമായ രീതിയിൽ ആ നീതിക്ക് വേണ്ടി പ്രതികരിക്കുവാൻ കഴിയണം. ഇപ്പൊ അങ്ങനെയുള്ള ഈ സഹോദരിമാർക്ക് വേണ്ടി ഇന്നേ എനിക്ക് വരാൻ പറ്റുള്ളൂ എന്നുള്ളത് സങ്കടകരമാണ്. സമയം വളരെ ഇങ്ങനെ ഒരുപാട് പേര് ഇവിടെ പ്രസംഗിക്കാൻ നിൽക്കുന്നുണ്ട്. വെയിൽ കൊണ്ടാണ് മാധ്യമ സുഹൃത്തുക്കളൊക്കെ നിൽക്കുന്നത്. ഞാൻ ഈ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് നന്ദി പറയുകയാണ്. കാരണം മാധ്യമ സ്വാതന്ത്ര്യം അങ്ങേയറ്റം അപകടത്തിലായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ വന്ന് ഇവരോട് സഹവർത്തിത്വം പുലർത്തുന്ന കാരണം കൊണ്ട് തന്നെ നിങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെടാവുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്റെ നന്ദി, ഒരുപാട് നന്ദി. ഈ സഹോദരിമാരോട് ചേർന്ന് നിന്ന് ഈ സ്നേഹം പ്രകടനത്തിന് നന്ദി. ഓക്കെ, താങ്ക് യു വെരി മച്ച്.
കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.